വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ്. ആക്ച്വലി ഞാൻ രണ്ടാമത്തെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റതാണ്. രാവിലെ എണീറ്റു, ചേട്ടന് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടു. പിന്നെ ഞാൻ രണ്ടാമതൊരു ഉറക്കം കഴിഞ്ഞ് ഒരു 8:30-9 മണിയായി എണീറ്റപ്പോഴത്തേക്കും. അങ്ങനെ ഞാനും ബബ്ലൂസും ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കേട്ടോ. ചിലപ്പോൾ സ്മൂത്തി അടിക്കും, അല്ലെങ്കിൽ ബ്രെഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും. കാര്യമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ അതുപോലത്തുള്ള ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ശനി ഞായറും, സൺഡേയും സാറ്റർഡേയൊക്കെയാണ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. എനിക്ക് കുറച്ച് അസൈൻമെൻറ്റൊക്കെ പെൻഡിങ് ആണ്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വെച്ചിരുന്നു. സത്യത്തിൽ കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾക്ക് അവൻ വീട്ടിലുള്ള ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവൻ വന്ന് ലാപ്ടോപ്പിൽ എല്ലാ ബട്ടണിലും കിടന്ന് പ്രസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അവനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ടൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ് സത്യത്തിൽ. കുഞ്ഞിനെ കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. അങ്ങനെ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ വെച്ച് ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ള പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനുള്ള കഷ്ണമൊക്കെ എടുത്ത് അരിയുകയാണ്. അങ്ങനെ നമ്മുടെ തുമര ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വേവ് കൂടുതലുള്ള തുമര കേട്ടോ. കുക്കർ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ടാണ് സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. ഇത് എൻ്റെ കെൻറ്റിൻ്റെ ഇലക്ട്രിക് കുക്കർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഉപകാരം സത്യത്തിൽ. ഞങ്ങൾക്ക് ഇതിൽ ചോറ് തികയും, ഞങ്ങൾ 2 പേർക്ക് മതിയല്ലോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കെൻറ്റിൻ്റെ ഇലക്ട്രിക് കുക്കറാട്ടോ. പിന്നെ നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ സാമ്പാർ കൂടി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യുകയാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. ആധികാരികമായിട്ടല്ല ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കുറച്ച് ബീഫിൻ്റെ കറി തലേന്നത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ബബിലൂസ് നല്ല ഉറക്കമായി. അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിലെ ബാക്കി ക്ലീനിങ്, വാഷിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ അറിയാം, അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിങ്ങനെ ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഭയങ്കര പാടാണ്. ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പുറത്ത് നല്ല മഴക്കോളുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും വിൻഡോസിൽ 3:30 മണിയേ ആയിട്ടുള്ളൂ. ഏതാണ്ട് ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നേരത്തെ തന്നെ ഇരുട്ട് വീഴും. അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹെയർ കെയറിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ സാധാ വെളിച്ചെണ്ണയിൽ തേച്ച് കുളിക്കും. അപ്പോൾ ഇത് വെളിച്ചെണ്ണയുടെ അവസ്ഥയാണ്. ഇവിടെ തണുപ്പായതുകൊണ്ട് നന്നായിട്ട് കട്ടിയായിട്ടിരിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒരു ബോട്ടിലോട്ട് മാറ്റിയിട്ട് അത് ഹീറ്റ് ചെയ്തിട്ട് ചൂട് മാറിയിട്ടാണ് തലയിൽ തേക്കുന്നത്. പെട്ടെന്ന് ഇവിടെ വെളിച്ചെണ്ണയെല്ലാം ഇങ്ങനെ കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലില്ലേ, അതൊന്നും ഇങ്ങനെ കട്ടിയാവത്തില്ല. നമ്മുടെ കോക്കനട്ട് ഓയിൽ മാത്രം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അത് പിന്നെ ചൂടാക്കിയിട്ട് തലയിൽ തേക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ നന്നായിട്ട് ഓയിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. എനിക്കിവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് നല്ല രീതിയിൽ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്നവരൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഡാൻഡ്രഫ്. അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും കേട്ടോ. എനിക്ക് ആദ്യം ഉണ്ടായ അത്ര ഇപ്പോൾ ഇല്ല, കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈ ക്ലൈമറ്റ് മാറും തോറും ഒരുപാട് ബോഡിയിലും നമ്മുടെ അതുപോലെ ഹെയറിലും എല്ലാം ഭയങ്കരമുള്ള ബുദ്ധിമുട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിലോട്ട് കയറി. ഇത് ഞാൻ എൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഗോൾഡിൻ്റെ റിപ്പയർ മാസ്കാണ്. അടിപൊളിയായിട്ട് നമ്മുടെ ഫേസും സ്കിന്നെല്ലാം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യിക്കുന്ന ഒരു ഫേസ് മാസ്കാണ്. ഇത് ഞാൻ ടെമുന്നാണ് വാങ്ങിച്ചത്. ഞാൻ എൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് വീഡിയോ ടെമുവിൽ ഇത് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഏതാ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ എൻ്റെ ഹെയറും സ്കിന്നും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മൾ ഈ പഠിത്തവും അതുപോലെ തന്നെ ഫാമിലി കാര്യം എല്ലാം നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും കൂടെ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം എന്നാണ് എൻ്റെ ഒരു പോളിസി. കാരണം നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കുമ്പോൾ നമുക്കും കൂടി വേണ്ടി ജീവിക്കാൻ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളും എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലും എല്ലാം ഞാൻ സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയവും കൂടെ നമ്മൾ കണ്ടെത്തണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അത്രയും മതി. അപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കും. അതുപോലെ തന്നെ ഹെഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും. നല്ലൊരു പ്രോഡക്റ്റാണിത്. അങ്ങനെ ഫേസും നെക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ബാക്കി വന്നത് ഞാൻ കയ്യിലും തേച്ച് കൊടുത്തു, വേസ്റ്റ് ആക്കണ്ടല്ലോ.
അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ചായയുടെ സമയമായി. ചായയൊക്കെ ഇട്ടു കുടിച്ചു. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. രാത്രി എന്തുണ്ടാക്കണം എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ മിക്സ് MTRൻ്റെ റെഡി മിക്സ് ഉണ്ടായിരുന്നു വാങ്ങിച്ചത് നമ്മുടെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന്. ഞാനിത് കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ ഷോപ്പിംഗ് വീഡിയോയിൽ. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ നെയ്യിൽ കുറച്ച് സവാളയും ക്യാരറ്റും ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് ഈ മിക്സ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചാൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും. ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട, ഓൾറെഡി അതിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്നോട് കുറേ പേര് ഇൻസ്റ്റാഗ്രാം വഴിയും അതുപോലെ യൂട്യൂബ് കമൻസിലും ഒക്കെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്കോളർഷിപ്പ് കിട്ടിയത്, ഇവിടെ സ്കോളർഷിപ്പിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ കിട്ടാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, പിന്നെ ഇപ്പോഴത്തെ ന്യൂസിലാൻഡിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, ഇതെല്ലാം കൂടെ ചേർത്ത് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ ഉടനെ തന്നെ ചെയ്യാം. ഇപ്പോൾ കുറച്ച് അക്കാഡമിക് പരമായിട്ടൊക്കെ കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. Tata, bye bye, see you.